അടുത്ത ശംഖനാദത്തിന് നൃത്തനാടകം ആരംഭിക്കും. അതിനു മുമ്പായി വേദിയിലേക്ക് കടന്നു വരാവുന്ന എല്ലാ വൈദ്യുത ദീപങ്ങളും അണച്ചുതന്ന് വിശ്വകലയെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വകലയുടെ നൃത്തനാടകം കണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കാനെത്തിയിരിക്കുന്ന നിങ്ങളെ അടൂർ വിശ്വകല ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം നമാമി വിഘ്നേശ്വര പാദപങ്കജം.
അനുരാഗലോലയായ എന്റെ സഖി പാദപൂജയിൽ മനസ്സർപ്പിക്കുമ്പോൾ എല്ലാം മറക്കുന്നു. കൈലാസ ഗിരിനിരകളിലെ കുളിരും ചൂടും ഒന്നും തന്നെ അറിയുന്നില്ല, അല്ലേ? അവിടുത്തെ പാതാരബന്ധങ്ങളെ പൂജാപുഷ്പങ്ങൾ അർപ്പിക്കുമ്പോൾ അങ്ങയെ ലയിച്ചുകൊണ്ടുള്ള ഭക്തി പാരവശത്താൽ ഈയുള്ളവൾ ഇവിടെ തന്നെ മറന്നു പോകുന്നു. പഞ്ചേന്ദ്രിയങ്ങൾ നിശ്ചലമാകുന്ന ഒരു നിർവാണ അവസ്ഥ, അത് എന്റെ സുഹൃതമാണ്. നമുക്ക് സന്തോഷമായി. ശിവേ, അവസ്ഥാന്തരങ്ങളോ ലിംഗഭേദങ്ങളോ ഇല്ലാത്ത ശക്തി തുല്യങ്ങളാണ് നമ്മൾ. തുലനം ചെയ്യാനാവാത്ത തുല്യങ്ങളാണ് നമ്മൾ. തുലനം ചെയ്യാനാവാത്ത തുല്യതയുടെ മൂർത്തിരൂപങ്ങൾ. ഭഗവാനെ, പഞ്ചാക്ഷര മന്ത്രങ്ങൾ മാത്രം അലിഞ്ഞു ചേർന്ന ഈ കൈലാസ മണ്ഡലത്തിൽ ഒരു നാരായണ മന്ത്രം അവിടുന്ന് കേൾക്കുന്നില്ലേ? കൈലാസം നാരായണന് നിഷിദ്ധമാണെന്നാണോ ദേവി പറയുന്നത്? ഒരിക്കലുമല്ല. നാരായണനും അവിടുന്ന് ലോകപിതാമകനും ഒന്ന് തന്നെ. എങ്കിലും ഈ മന്ത്രങ്ങൾ അത് തന്നെ. ചിന്തയിലും മനസ്സിലും സദാ നാരായണ മന്ത്രവുമായി ഉലകം ചുറ്റുന്ന ബ്രഹ്മർഷി നാരദ. കൈലാസനിരകളിലേക്ക് ബ്രഹ്മർഷി നാരദർക്ക് സ്വാഗതം. അയ്യോ, അവിടുത്തെ സവിധത്തിൽ ഈ ഉള്ളവന് നാരായണ മന്ത്രം ജപിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? ദേവിക്ക് അത് ഇഷ്ടമാകുമോ എന്നും നമുക്ക് അറിയുവാൻ കഴിയുന്നില്ല. ഉത്തരം ദേവി തന്നെ പറയട്ടെ. കാലുകുത്തിയത് കലഹത്തിനുള്ള തയ്യാറെടുപ്പുമായാണ്, അല്ലേ? നാരായണ നാരായണ. കലഹം സത്യം ലയിക്കുന്ന അവസ്ഥയിൽ അസത്യത്തിന്റെ പിറവിയാണ് കലഹം. നാം സത്യമേ പറയാറുള്ളൂ. വിധി വിപരീതമായി അറിയാതത് കലഹത്തിലേക്ക് ആനയിക്കപ്പെടുന്നു എന്ന് മാത്രം. ആകട്ടെ, ഈ വരവിന്റെ ഉദ്ദേശം? നിഷ്കാമനായ നാരദർക്ക് എന്ത് ഉദ്ദേശം ഭഗവാനെ? വെറുതെ എങ്കിലും വെറും കൈയോടെയല്ല ഭഗവാനെ ദർശിക്കുവാനായി അടിയനെത്തിയത്. വളരെ വിശിഷ്ടമായ ഒരു ജ്ഞാനപ്പഴം ഈ ഉലക സഞ്ചാരത്തിനിടയിൽ നമുക്ക് ലഭിക്കുകയുണ്ടായി. എളിയവനായ ഈ നിഷ്കാമ സഞ്ചാരി ഹൃദയപൂർവ്വം അവിടുത്തെ തിരുമുമ്പിൽ അത് കാഴ്ചവെക്കുന്നു. അടിയന്റെ തിരുമുൽ കാഴ്ച. വിധിഹിതം ഏതെന്നറിയുന്ന പരമ്പൊരുൾ തൻ തിരുമുമ്പിലർപ്പിച്ച നിധിതൻ ഉറവകൾ ഒളിച്ചിരിക്കുന്നൊരു ബന്ധബന്ധനമേ ഈ ജ്ഞാനപ്പഴം. ഹിമഗിരി ശൃംഗത്തിലിടി മിന്നലായി മധുരം കിനിയുന്ന ജ്ഞാനപ്പഴം. ജ്ഞാനപ്പഴം. നാരദരെ, ഇത് വെറുമൊരു ജ്ഞാനപ്പഴമല്ല. കൈലാസ ഗിരിനിരകളെയും ഒരു അമ്മ മനസ്സിനെയും കീറിമുറിക്കുവാൻ പാകം വന്ന് പഴുത്തു തുടുത്ത വിധിഫലം. ദേവി, ഈ ജ്ഞാനപ്പഴം ബ്രഹ്മർഷി ആദരവോടെ തന്നതല്ലേ? നമുക്കത് സ്വീകരിക്കാം. ഇതാ, ഈ ജ്ഞാനപ്പഴം ഈയുള്ളവൻ ദേവിക്ക് നൽകുന്നു. ദേവിക്ക് എന്ത് പറ്റി? ഭഗവാനെ, അവിടുന്ന് ജ്ഞാനപ്പഴം സ്വീകരിച്ചപ്പോൾ തന്നെ ഈ ഉള്ളവൾക്ക് കൂടി ഇത് സ്വന്തമായിരിക്കല്ലേ? നമുക്ക് സ്വന്തമായത് നമ്മൾ പരസ്പരം കൈമാറുന്നത് ഉചിതമാണോ ദേവ? ദേവിയുടെ ഇഷ്ടം. നാരായണ നാരായണ. ഇതാണ് യഥാർത്ഥ ഭാര്യ ഭർത്തൃ ബന്ധം. ഇത് കണ്ടു മനസ്സിലാക്കാത്ത മൂഢന്മാർ പരസ്പര കലഹം കൂടി സ്നേഹസമ്പൂർണമായ കുടുംബ ബന്ധത്തെ ശിഥിലമാക്കുന്നു. നമുക്ക് സന്തോഷമായി. ഈ ജ്ഞാനപ്പഴത്തിന് അവകാശികൾ ഇവിടെ തന്നെയുണ്ട്, നമ്മുടെ കുമാരന്മാർ.
ഉദ്ദേശിച്ച കാര്യം ഉദ്ദേശിച്ച പോലെ തന്നെ നടക്കുവാൻ പോകുന്നു. നാരായണ, അവിടുന്ന് ഈ ഉള്ളവനെ തെറ്റിദ്ധരിക്കുകയാണോ? ഭഗവാനെ, ഈ ജ്ഞാനപ്പഴം നമ്മുടെ കുമാരന്മാരിൽ ആർക്കാണ് നമ്മൾ നൽകുക? ഇവർ രണ്ടുപേരും നമുക്ക് തുല്യർ തന്നെ. ഈ ജ്ഞാനപ്പഴം രണ്ടായി ഭാഗിക്കേണ്ടി വന്നാൽ? നാരായണ, പൂർണ്ണമായ ഗുണം ലഭിക്കണമെങ്കിൽ ജ്ഞാനപ്പഴം രണ്ടായി ഭാഗിക്കുവാൻ പാടില്ല ദേവി. വേർപെടുത്തുന്ന ജ്ഞാനം പൂർണ്ണമല്ല. പൂർണ്ണമായ ജ്ഞാനത്തിന് വിഭാഗീയത ഒഴിവാക്കിയേ മതിയാകൂ. ഞങ്ങളിൽ ആർക്കാണ് പൂർണ്ണമായി ജ്ഞാനപ്പഴം ഭുജിക്കുവാൻ അർഹതയുള്ളത്? അർഹതയുടെ പേരിൽ ഈ മക്കളിൽ ആരെ അവഗണിക്കുവാൻ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് കഴിയും? എന്റെ മക്കൾ ഇരുവരും എനിക്ക് തുല്യരാണ്. മഹാദേവ, അങ്ങ് തീരുമാനിക്കൂ, ഈ ജ്ഞാനപ്പഴം ആർക്ക് അവകാശപ്പെട്ടതാണെന്ന്. ഇവർ തുല്യ അവകാശികൾ തന്നെ. നാരദരെ, ഈ ജ്ഞാനപ്പഴം ഏത് അജ്ഞാനിയുടെ മനസ്സിൽ ജ്ഞാനം പകരുവാനായിട്ടുള്ളതാണ്? ഒരുപക്ഷെ കൈലാസ കുടുംബത്തിന്റെ സമാധാനത്തിന്റെ ആണിക്കല്ലിളക്കുവാനുള്ള ഒരു അപൂർവ ജ്ഞാനപ്പഴമോ ഇത്? ഉത്തരം തരിക ബ്രഹ്മർഷി നാരദർ. കൈലാസഗിരികളിൽ ഒളിഞ്ഞിരിക്കുന്ന ജ്ഞാനത്തിന്റെ ഉറവുകൾ ഒലിച്ചിറങ്ങുവാനോ, അതോ ഊർജ സംഘർഷത്തിൽ വെള്ളിടി വായിക്കുന്നത് എന്റെ പാർവതി ദേവിയുടെ മനസ്സിൽ നീരുറവകൾ ഒഴുക്കി ഒരു മഹാപേമാരി സൃഷ്ടിക്കുവാനോ? ദേവി, വിധി വിപരീതമേതും യുദ്ധമാകട്ടെ, അനുഭവിക്കാൻ തയ്യാറായിക്കൊള്ളുക. എന്റെ മഹാദേവ, എന്തും ഏതും അങ്ങയുടെ ഈ ശിവ അനുസരിക്കും. സുമനസാലെ അത് ഏറ്റുവാങ്ങും. ഈ നിൽക്കുന്ന നമ്മുടെ കുമാരന്മാരിൽ ഒരാൾ നമ്മെ തള്ളി പറഞ്ഞാലും അവിടെ നീ വിധമൊന്നും ഉച്ചരിക്കരുത്. ഇവർക്കത് സഹിക്കാവുന്നതല്ല. നാരദരെ, കണ്ടില്ലേ? പെൺമനസ്സും അമ്മ മനസ്സും ഈ പ്രപഞ്ചത്തിലെങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അത് ദേവിയും സൂതയും ശൂദ്രയും ഗണികയും എല്ലാം ഒന്ന് തന്നെ, ഒറ്റ മനസ്സിൽ. പറയൂ ബ്രഹ്മർഷി, കൈലാസത്തെ ബാധിച്ചിരിക്കുന്ന പ്രശ്നോത്തരികൾക്ക് ശാശ്വതമായ ഒരു ഉത്തരം. ഏവർക്കും ഇഷ്ടമെങ്കിൽ ഈ ജ്ഞാനപ്പഴം കുമാരൻ നൽകിക്കൊള്ളൂ. വേണ്ട, നമ്മൾ രണ്ടുപേരും ഏവർക്കും തുല്യർ തന്നെയാണ്. സൽപുത്രരായ ഞങ്ങളിൽ ഒരാൾ മറ്റൊരാൾക്ക് മുന്നിൽ വഴിമാറേണ്ടി വരുന്നത് ഞങ്ങളിലെ തുല്യതയ്ക്ക് കോട്ടം സംഭവിക്കുമെന്ന് ഏവരും ഓർക്കണം. അതും ശരിയാണ്. എങ്കിൽ നമുക്ക് മറ്റൊരു ഉപായം കണ്ടെത്തിയാലോ? എന്തുപായം? വിജയം മുന്നേ വരിക്കുന്നവർക്ക് സമ്മാനമായി ഈ ജ്ഞാനപ്പഴം മാറട്ടെ. പക്ഷേ കുമാരന്മാർ തമ്മിൽ മത്സരിക്കുവാൻ തയ്യാറാണോ എന്നറിയണം. ഒരു യുദ്ധം ഒഴിവാക്കി എന്തിനും ഞാൻ തയ്യാർ. അതെ, ഞാനും തയ്യാർ. അപ്പോൾ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരത്തിന്റെ വഴിയും തെളിഞ്ഞു. നാരായണ നാരായണ, മഹാദേവൻ എന്താണോ മനസ്സിൽ കാണുന്നത്? ഒഴിവാക്കാനാകാത്ത മത്സരങ്ങൾ നടക്കുക തന്നെ വേണം. ബുദ്ധിയും ശക്തിയും വിവേകവും മാറ്റുരയ്ക്കുന്ന മത്സരം. ഇനി എന്തിനു വേണ്ടിയായാലും നമ്മുടെ കുമാരന്മാർ മത്സരിക്കുന്നത് എങ്ങനെ എന്നുകൂടി ബ്രഹ്മർഷി വ്യക്തമാക്കുക. നാരായണ നാരായണ, ശരി ശരി. അന്തിമ വിധി മഹേശ്വരനിൽ മാത്രമാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെ കുമാരന്മാർ മത്സരിക്കുവാൻ തയ്യാറെടുക്കുക. എന്ത് മത്സരമാണെന്ന് ഇപ്പോഴും അവിടുന്ന് പ്രസ്താവിച്ചില്ല. നാരായണ, ആരാണോ ഈ പ്രപഞ്ചത്തെ 3 തവണ വലം വെച്ച് മുന്നേ എത്തുന്നത് അവർക്കാണ് ഈ ജ്ഞാനപ്പഴം സമ്മാനമായി ലഭിക്കുന്നത്. ശരി, ഈ മത്സരത്തിൽ വിജയിക്കുവാനായി ഇതാ നാം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. എന്റെ മാതാപിതാക്കളെ, നിങ്ങൾ ഈ പുത്രനെ അനുഗ്രഹിക്കും. ഈ കുമാരൻ യാത്രയാകുന്നു. പക്ഷേ എത്രയും വേഗം ഞാൻ ഇവിടെ തിരികെ എത്തും. ഈ സമ്മാനം വാങ്ങുവാൻ, ജ്ഞാനപ്പഴം എന്ന അമൂല്യ സമ്മാനം വാങ്ങുവാൻ.
കുമാരൻ എന്താ വിഷമത്തോടെ? യാത്രയാകുന്നില്ലേ? അല്ലയോ ബ്രഹ്മർഷേ, ഈ ഉള്ളവൻ ധർമ്മസങ്കടത്തിലാണ്. അധിക വേഗതയില്ലാത്തൊരു വാഹനത്തിൽ ഈ ഉള്ളവൻ യാത്ര ചെയ്താൽ ഒന്നാമനാകുമെന്ന സ്വപ്നം പോലും എന്നിലില്ല. വിചാരധാരകൾ ഭഗവാനിൽ നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ദുഷ്കരമായ ആ യാത്ര തന്നെ നമുക്ക് ഉപേക്ഷിക്കാം. എങ്ങനെ? ആലോചിച്ചു നോക്കൂ. തീർച്ചയായും ഉത്തരം കിട്ടും. നാരദരെ, അങ്ങയുടെ ഈ ഫലിതം നാമും ആസ്വദിക്കുന്നു. നാമും തീർച്ചയായും അതിൽ ലയിക്കുന്നു. നാരായണ നാരായണ, എല്ലാം അവിടുന്ന് അറിയുന്നു. എല്ലാം അവിടുത്തെ തിരുവിളയാണല്ലോ. അല്ലയോ മുനിശ്രേഷ്ഠ, എന്നിലെ അവതാര ലീലകൾക്ക് ജന്മം നൽകിയ എന്റെ മാതാപിതാക്കളെ, ഇതാ ഞാൻ എന്റെ പ്രയാണം ആരംഭിക്കുന്നു. എന്റെ സൃഷ്ടിലോകം ചുറ്റിയുള്ള പ്രയാണം, ഞാൻ വിരാജിക്കുന്ന പ്രപഞ്ചം ചുറ്റുന്ന പ്രയാണം, മഹേശ്വര ലോക പ്രയാണം. ഓംകാരമെന്ന തത്വപ്പൊരുളാൽ ഓംകാരമായ ശക്തിത്രയങ്ങൾ, ഓംകാരമെന്ന തത്വപ്പൊരുളാൽ ഓംകാരമായ ശക്തിത്രയങ്ങൾ, മറവിയിൽ മാനവർ മൂടിത്തുടങ്ങിയ സത്യപ്പൊരുളാം ദർശനങ്ങൾ, ജന്മബന്ധങ്ങളിൽ കർമ്മകാണ്ഡങ്ങളിൽ വിശ്വത്തിനാധാരമീ മൂലബിന്ദു, വിശ്വത്തിനാധാരമീ മൂലബിന്ദു. ഭഗവാനെ, ദേവി മഹാമായെ, ഉത്തരം കണ്ടെത്തിയ മത്സരത്തിൽ വിജയിയായ അവിടുത്തെ ഈ കുമാരന് സമ്മാനം നൽകുവാൻ എന്തിനമാന്തിക്കണം? പ്രപഞ്ചം ചുറ്റുവാൻ പോയ കുമാരനെ കുറിച്ച് ഓർക്കുമ്പോൾ യഥാർത്ഥ വിജയിക്ക് സമ്മാനം നൽകണമെന്നാണ് ഇനിയുള്ളവന്റെ അഭിപ്രായം. തത്വബോധത്തിൽ അധിഷ്ഠിതമായി പ്രപഞ്ചത്തെ കണ്ടെത്തിയ കുമാര, നിനക്ക് നാം സമ്മാനമായി ഈ ജ്ഞാനപ്പഴം നൽകുന്നു. ജന്മബന്ധങ്ങളിൽ കർമ്മകാണ്ഡങ്ങളിൽ വിശ്വത്തിനാധാരമീ മൂലബിന്ദു, വിശ്വത്തിനാധാരമീ മൂലബിന്ദു. അല്ലയോ ജനീതാക്കളെ, ഞാനിതാ എത്തിയിരിക്കുന്നു. പ്രപഞ്ചത്തെ ചുറ്റി വിശ്വവിജയിയായി. കുമാര, കുമാരന്റെ ഈ വരവിൽ അമ്മയ്ക്ക് അതിയായ സന്തോഷമുണ്ട്. ഒപ്പം നന്മ തിന്മകളെ തിരിച്ചറിയാനാകാതെ ഉഴലുകയാണ് ഈ മാതൃഹൃദയം. അമ്മ ഉരുവിടുന്ന വാക്കുകൾ എന്തിനെയോ ധ്വനിപ്പിക്കുന്നു. കുമാര, മത്സരത്തിൽ കുമാരൻ വിജയിച്ചുവെന്ന് കരുതുന്നുവെങ്കിൽ അത് തെറ്റാണ്. മറ്റൊരു മത്സരാർത്ഥി കൂടെ ഉണ്ടായിരുന്നു. വിനായകനെ കുറിച്ച് കുമാരൻ ചോദിച്ചതേയില്ല. അതിന്റെ കാരണം? കാരണങ്ങളല്ല, എന്റെ ഉറച്ച വിശ്വാസമാണത്. എല്ലാ വിശ്വാസങ്ങളും ശരിയാകണമെന്നില്ല. അവിടുന്ന് ഉദ്ദേശിക്കുന്നത്? ഈ പരീക്ഷണത്തിൽ കുമാരൻ പരാജയപ്പെട്ടിരിക്കുന്നു.
എന്റെ മാതാവിന്റെ അഭിപ്രായം കൂടി എനിക്കറിയണം. പറയൂ അമ്മേ, താരകാസുരാന്തകനായ കാർത്തികേയൻ, അമ്മയുടെ ശരവണൻ തോൽവി സമ്മതിക്കണമോ? വിളയാട്ട ഭൂമിയിൽ വിധിയെന്ന് കരുതി സമാധാനിക്കുവാനല്ല, പിതാവിന്റെ യുക്തിക്ക് ഭംഗം കൂടാതെ കാവലാളായി കഴിയുന്നവരാണ് ഈ അമ്മ. നിന്റെ മാതാപിതാക്കൾ കളവ് പറയില്ല. നീ കുമാര, തീരാതവനായ എന്റെ പുത്രൻ തോറ്റുപോയിരിക്കുന്നു. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. പ്രപഞ്ചത്തെ ചുറ്റിയ ഭ്രമണപഥത്തിലൊന്നും വിനായകനെ ഞാൻ കണ്ടില്ല. പിന്നെ എങ്ങനെ അത് സംഭവിച്ചു? എന്റെ മാതാപിതാക്കൾ നിങ്ങൾ അസത്യത്തിന് കൂട്ടുനിൽക്കുന്നു. ഇല്ല, ഞാനത് അംഗീകരിക്കില്ല. കുമാര, ഞാൻ പറയുന്നതൊന്ന് ശ്രമിക്കൂ. ഇനി ആരും ഒന്നും പറയണ്ട. എല്ലാം ഈ മകന് മനസ്സിലായമ്മേ. മത്സരത്തിലൂടെ അല്ലാതെ തന്നെ വിനായകന് ജ്ഞാനപ്പഴം കൊടുക്കുവാനുള്ള എന്റെ സമ്മതത്തെ പോലും നിങ്ങൾ ആരും അംഗീകരിച്ചില്ല. അസത്യവാദികളുടെ ഈ ലോകത്ത് ഇനി എനിക്കും എന്റെ വിശ്വാസങ്ങൾക്കും സ്ഥാനമില്ല. കുമാര, വെറുമൊരു ജ്ഞാനപ്പഴത്തിനായിട്ടാണോ നിന്റെ ഈ കോപവും താപവും ഒക്കെ? സത്യത്തെ മനസ്സിലാക്കാതുള്ള മൂഢത്വമാണ് ഇപ്പോൾ കുമാരനെ നയിക്കുന്ന വികാരം. ചപലമായ വികാര വിചാരങ്ങളാൽ ചഞ്ചലനാകുന്നവനല്ല ഞാൻ. മാതൃപിതൃ സ്നേഹത്തിന്റെ തുല്യ അളവ് കൊണ്ട് സ്വപ്നം കണ്ടിട്ടുള്ള ഞാൻ ചിന്തിച്ചതും പ്രവർത്തിച്ചതും സ്നേഹിച്ചതുമെല്ലാം വെറും മിഥ്യയായിരുന്നു. മക്കളെ വേർതിരിച്ചു കാണുന്ന മാതാപിതാക്കളെ സ്നേഹിച്ചതും പൂജിച്ചതും ആരാധിച്ചതും തെറ്റായിരുന്നെന്ന് ഈ കുമാരന് മനസ്സിലായിരിക്കുന്നു. പിന്നെ ഈ കുമാരൻ ഏകനാണ്. ബന്ധങ്ങൾക്കുള്ള അവസാന വാക്ക് ഞാൻ ചൊല്ലുന്നു, വിടാം. കൈലാസഗിരി ശൃംഗങ്ങളെ നിങ്ങൾക്ക് വിടാം. കുമാര, വിളിക്കരുത്. വിളിയിൽ നിന്നുള്ള ആ വിളി ഒരിക്കലും എന്റെ അമ്മയുടേതായിരിക്കരുത്. ശരിയും തെറ്റും ഇനി വേർതിരിച്ചറിയുവാൻ സമയമില്ല. പോയിട്ട് അനിവാര്യമായ വിടവാങ്ങലിന് തടയിടുവാൻ എന്റെ വാക്കുകൾക്കാവില്ല. ആ തീരുമാനം ഉറച്ച കാൽവയ്പിലേക്കുള്ളതാണ്. അത് നന്മയിലേക്കുള്ളതാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കുമാര, കുമാര, ഈ ജ്ഞാനപ്പഴമാണ് നമ്മുടെ ബന്ധത്തെ കീറി മുറുക്കുന്നതെങ്കിൽ ഇതാ, ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എടുത്തോളൂ. എന്നാലും പോകരുത്. പോകണം, പോയേ തീരൂ. ഈ ജ്ഞാനപ്പഴം ഒരിക്കലും നമ്മുടെ വേർപിരിയലിന് കാരണമല്ല. അഥവാ കാരണമാണെങ്കിലും മധുരിക്കുന്നൊരു ഫലത്തിനായി മധുരമായൊരു വേർപിരിയലായത് മാറട്ടെ. കുമാര, പിൻവിളിയല്ല. പക്ഷേ ഈ അമ്മയ്ക്ക് ആ മുഖം ഒന്നുകൂടി കാണണം. ജന്മാന്തരങ്ങളിൽ 6 നക്ഷത്രങ്ങളുടെ ലാളനയിൽ വളർന്ന് ഏകതാരമായി ഈ അമ്മയുടെ മകനായി മാറിയപ്പോ ആ 6 അമ്മമാരുടെ മനസ്സുകൾ വേദനിച്ചിട്ടുണ്ടാകുമോ? ഉണ്ടാകും. വേദനയുടെ പർവ്വങ്ങളിൽ 7ാമത്തെ വേദനിക്കുന്ന മുഖമായി എന്റെ മാതൃമുഖം മനസ്സിൽ കുരുങ്ങട്ടെ. വിടാം, ഏവർക്കും വിടാം. ഉണ്ട്. അതും ഒരു തിരുവിളയാടലായി കരുതിക്കൊള്ളൂ. പക്ഷേ എനിക്ക് എന്റെ മകനെ തിരികെ കൊണ്ടുവരണം. എല്ലാം അവിടുത്തെ ലീലകളാണെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തണം. മക്കളെ നേർവഴിയിൽ നയിക്കേണ്ട ചുമതല
മാതാവിൽ നിക്ഷിപ്തമാണ്. അത് ദേവിയുടെ കർമ്മവുമാണ്. പക്ഷേ കൈലാസത്തിലേക്ക് ഇനി നമ്മുടെ മകൻ തിരികെ വരില്ല. വരണമെന്നുള്ളത് ദേവിയുടെ ആഗ്രഹമെങ്കിലും വിധി കുമാരന് മറ്റൊരു കർമ്മം നിർവഹിക്കുവാനുള്ള ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ വിധിയുടെ സാക്ഷികളാകാൻ വീണ്ടും നമുക്ക് കാണാം. തിരുവിളയാടൽ തിരുവിളയാടൽ. ബഹുമാന്യ കലാസ്നേഹികളെ, ഗുരുജനങ്ങളെ, വിശ്വകലയുടെ നൃത്തനാടകം കാണാനെത്തിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളെ ക്ഷണിച്ച ഈ ദൈവിക സന്നിധിയിലെ പ്രിയപ്പെട്ട സംഘാടക സുഹൃത്തുക്കൾക്കും അഭ്യുദയകാംക്ഷികൾക്കും വിശ്വകലയുടെ ആദരപൂർവമായ സ്വാഗതം. ഈ കലിയുഗത്തിൽ മാനവ സമൂഹത്തിന്റെ നന്മയ്ക്കും ഭക്തിക്കും മുൻതൂക്കം നൽകി ഭക്തിയുടെ പാരമ്പര്യയിൽ പ്രേക്ഷകനെ നയിക്കാൻ പര്യാപ്തമായ ഒരു പുതിയ ദൃശ്യ സംസ്കാരം പുനർജനിക്കാൻ അടൂർ വിശ്വകല അരങ്ങിൽ തെളിക്കുന്ന നൃത്ത മഹാകാവ്യം തിരുവിളയാടൽ തിരുവിളയാടൽ. കുമാരേശസൂനോ ഗുഹസ്കന്ദസേനാപദേ ശക്തിപാണേ മയൂരാതിരൂഢ പുളിന്ദാത്മജ കാന്തഭക്താർത്തിഹാരിൻ പ്രഭൂതാരകാരേ സദാ രക്ഷമാം ത്വം പ്രഭൂതാരകാരേ സദാ രക്ഷമാം ത്വം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എന്റെ പിൻവാങ്ങൽ കാലചക്രത്തിന്റെ കണക്കുകൂട്ടലുകളെ തെറ്റിക്കും. അത് അവതാരമെടുക്കുവാനുള്ള ആത്മീയാംശങ്ങളെ ഇല്ലാതാക്കും. അങ്ങനെ സംഭവിച്ചാൽ മുരുകൻ മുരുകനല്ലാതായി മാറും. എന്നിൽ അഭയം പ്രാപിക്കുന്ന എന്റെ ഭക്തർക്ക് നിരാശയുടെ ദന്തഗോപുരങ്ങൾ ഞാൻ സമ്മാനിക്കേണ്ടി വരും. തികച്ചും ശാന്തമായ മനസ്സുമായി അവിടുത്തെ ഭക്തയായ ഈ അമ്മ പോകുന്നു.
പ്രപഞ്ചത്തെ ഭ്രമണം ചെയ്ത ഇവൻ വീണ്ടും ഭ്രമണപഥത്തിലൂടെ യാത്ര ചെയ്യുന്നു. ഒരു തീക്കാറ്റ് പകർന്ന ഊർജത്തിന്റെ കാഠിന്യത്തിന് അവ്യയുടെ കണ്ണീർ മുത്തുകളുടെ നനവിലെ തണുവും തണലുമായി യാത്ര. അമ്മേ, അവിടുന്ന് സത്യം പറയണം. കൈലാസ സവിധത്തിൽ നിന്നും ഈ മകൻ വേർപെട്ടു പോകുന്നത് കാര്യകാരണമില്ലാതെയാണോ? ഇവന്റെ വിടവാങ്ങൽ അവിടത്തേക്ക് ദുഃഖകരമായോ? അഥവാ ഞാൻ അമ്മയെ ദുഃഖിപ്പിച്ചുവെങ്കിൽ ക്ഷമിക്കുക, ഒപ്പം എന്നെ പോകാൻ അനുവദിക്കുക. ഏത് കാരണങ്ങളായാലും ആ കാരണത്തിന് ഒരു ന്യായമുണ്ട്. ആ ന്യായം ഈ ലോകത്തിന് മുക്തി നൽകുവാനും ഈ പ്രപഞ്ചത്തിൽ നാശം വിതയ്ക്കുവാനും കഴിവുള്ള ശ്രീ പരമേശ്വരന്റെ വിളയാടലുകളാണ്. തിരുവിളയാടൽ പിതാവിന്റെ ഹിതമേതെന്ന് ഈ മാതാവിനറിയാം. പക്ഷേ പുത്രനായ കുമാരനത് മനസ്സിലാക്കുവാൻ കഴിയാതെ പോയി. മക്കളെ ഇരു പ്രതലത്തിൽ നോക്കി കാണുന്നതാണോ തിരുവിളയാടൽ? ശാന്തമായ ഗൃഹസ്ഥാശ്രമത്തിന് അശാന്തി വിതയ്ക്കുന്നതാണോ തിരുവിളയാടൽ? മക്കളെ തമ്മിൽ അകറ്റി മാതൃപിതൃ സ്നേഹത്തിൽ നിന്നും വ്യതിചലിപ്പിച്ച് വിഗ്രഹണം സൃഷ്ടിക്കുന്നതാണോ തിരുവിളയാടൽ? ഹേയ് മാതാശ്രീ, ഇനി ഇതൊക്കെയാണെങ്കിൽ തന്നെയും ഇതൊന്നുമേ അല്ലെങ്കിൽ തന്നെയും ഞാൻ വെറുക്കുന്നു. കൈലാസഗിരി ശൃംഗത്തിലെ പ്രചണ്ഡമായ ആ ചലനങ്ങളെ എല്ലാം അറിയുന്നവനാണ് പരമേശ്വരൻ. എല്ലാം കാണുകയും കേൾക്കുകയും മനനം ചെയ്യുകയും ചെയ്യുന്നവൻ നിന്റെ പിതാശ്രീ. ഉലകത്തിലെ ചലനത്തെക്കാൾ ഉലകനാഥന്റെ മനമറിഞ്ഞവളാണ് ഇവൾ. കുമാര, ഭഗവാന്റെ തിരുവിളയാടൽ നിന്നോടും എന്നോട് മാത്രമല്ല, സമസ്ത ജീവജാലങ്ങളിലും നടമാടുന്ന സകല ആദിവ്യാധി ആകുലതകളും ഭഗവാന്റെ തിരുവിളയാടലാണ്. സാക്ഷാൽ ശിവപെരുമാളിന്റെ തിരുവിളയാടൽ. കൊള്ളാം. ദുഃഖം പകർന്നാടുന്ന ക്രൂരതയെ തിരുവിളയാടലായി മഹത്വവൽക്കരിക്കുന്നു. ആ മഹത്വത്തെ ഈ കുമാരൻ അംഗീകരിക്കുന്നില്ല. കുമാര, നിനക്ക് അങ്ങനെ തോന്നുന്നുള്ളൂവെങ്കിൽ നിന്റെ വിചാരധാരകളെ കീഴ്മയിൽ മറിക്കുവാൻ ഞാൻ ആരുമല്ല. എങ്കിലും നിന്റെ അറിവിലേക്കായി ഈ അമ്മ വിസ്തരിച്ചുണർത്തിക്കേണ്ട അനവധി കഥകൾ ഈ ഉലകത്തിലുണ്ട്. മൂഢത്വത്തെയും അജ്ഞാനത്തെയും വഴിമാറ്റിവിട്ട കഥകൾ, ജ്ഞാനെന്ന അഹന്തയെ കടപുഴക്കിയെറിഞ്ഞ കഥകൾ, തിരുവിളയാടലിന്റെ സാരാംശങ്ങൾ നിറഞ്ഞൊഴുകുന്ന സത്യദർശനങ്ങൾ, ശ്രീ പരമേശ്വര പെരുമാളിന്റെ വിനോദ ലീലകളും ആ ലീലകളിൽ നിന്നും പ്രാണൻ വേർപെട്ടിട്ടില്ലാത്ത ജീവാത്മാക്കൾ അറിയേണ്ട സത്യാംശങ്ങൾ, സത്യാംശത്തിലേക്കുള്ള തിരു അവതാര ദർശനങ്ങൾ, തിരുവിളയാടൽ.
പാണ്ഡ്യരാജസദസ്സിന്റെ കീർത്തി കാത്തു സൂക്ഷിക്കുന്ന പണ്ഡിത ശ്രേണികളെ, കവിപുങ്കവരെ, കാലത്തിന്റെ കനകമായി ജ്വലിക്കുന്ന കലാകാരന്മാരെ, നിങ്ങൾക്ക് പാണ്ഡ്യരാജവന്ദനം. നമ്മുടെ സഭയുടെ സൂര്യനക്ഷത്രമായി ജ്വലിക്കുന്ന പണ്ഡിതനും കവിയും എല്ലാത്തിനുമുപരി തികഞ്ഞ ശിവഭക്തനുമായ നക്കീരനെ പാണ്ഡ്യ സാമ്രാജ്യം ആദരിക്കുന്ന സുദിനമാണിന്ന്. ജീവിതത്തിന്റെ വസന്തകാലം പാണ്ഡ്യ സാമ്രാജ്യത്തിനായി ചിന്തിച്ചു വേർപ്പൊഴുക്കിയ നക്കീരൻ എന്ന മഹാപ്രതിഭയെ പാണ്ഡ്യ പണ്ഡിത കുലത്തിന്റെ ഗുരുശ്രേഷ്ഠനായി നാം വായിക്കുന്നു. സഭാ നടപടികൾക്കും ചർച്ചകൾക്കും മുന്നോടിയായി അരങ്ങിലെ നൃത്തവിസ്മയങ്ങൾ ആടിപ്പാടി ഈ അനർഘ നിമിഷത്തെ സന്തോഷത്തിന്റെയും ചാരിതാർത്ഥ്യത്തിന്റെയും സമ്പൂർണ്ണ സന്തോഷമായി മാറ്റട്ടെ.
സാമ്രാജ്യത്തിന്റെ ഈ ആദരവ് നക്കീരൻ മനസ്സാൽ ഏറ്റുവാങ്ങുന്നു. നക്കീരൻ അനുഭവിക്കുന്ന ഈ അനുഗ്രഹം, സ്നേഹം എല്ലാം ശ്രീ പരമേശ്വരന്റെ കൃപ. ലോകാരാധ്യമായ പാണ്ഡ്യരാജ സദസ്സിന് തിലകക്കുറിയായി ചമയുന്ന പണ്ഡിത ശ്രേണികൾക്കിടയിൽ ഈ നക്കീരന് ശത്രുക്കളുടെ ബാഹുല്യമേറി വരുന്നതായും നാം അറിയുന്നു. നക്കീരൻ, അങ്ങക്കെതിരെ പാണ്ഡ്യരാജ സദസ്സിൽ ശത്രുക്കളെന്നോ? നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. കലാകാരന്മാരിലും കവികളിലും പണ്ഡിതന്മാരെന്ന് നടിക്കുന്ന വംശത്തിലും കൂടപ്പിറപ്പും കുലമഹിമയുമാണ് ശത്രുത. ആ മഹിമ ഇവിടെയും പലരുടെയും മനസ്സിൽ കുടിയേറി തുടങ്ങി. വേണ്ട, എനിക്ക് കാണണ്ട. എന്റെ വാക്കുകളെ ധിക്കരിച്ചതിൽ അതിനുചിതമായ ശിക്ഷയും ഏറ്റുവാങ്ങണം. ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഇവൾ തയ്യാറായിരിക്കുന്നു. അതിനു മുമ്പ് ഒരു നിമിഷം മാത്രം എനിക്ക് എന്നെ കാണുവാനുള്ള അവസരം നൽകണം. ഇല്ല, നിനക്കുള്ള ശിക്ഷ ഇതാ ഞാൻ നൽകുന്നു. ഇനി ശിവന്റെ ശിവയായി സതി നീ ഇനി കൈലാസത്തിൽ ഉണ്ടാവില്ല. നീ പ്രപഞ്ചത്തിൽ നിന്നും വിടവാങ്ങുന്നു. അപമാനിതയായ നിന്നെ എനിക്കിനി കാണണ്ട. പരമേശ്വര, നിർത്തു. അങ്ങയുടെ താണ്ഡവ ചലനങ്ങളാൽ പ്രപഞ്ചം വിറകൊള്ളുന്നു. അത് നാശമാണ്, സർവനാശം. എല്ലാം നശിക്കട്ടെ. മൂലകവും എന്റെ പ്രചണ്ഡ താണ്ഡവ ചലനങ്ങളാൽ വിറകൊള്ളണം. സർവനാശമാണ് എന്റെ ലക്ഷ്യം. മഹാദേവ, അങ്ങയുടെ പരീക്ഷണങ്ങൾ സത്യമേതെന്നും ശക്തി ഏതെന്നും ജീവിത സങ്കല്പങ്ങൾക്ക് ശാശ്വതമേകുന്നതാണെന്നും നാം വിശ്വസിക്കുന്നു. ആ വിശ്വാസം മറ്റുള്ളവരെ ജ്വലിപ്പിക്കുവാൻ ഇത്തരമൊരു വിളയാട്ടം ആവശ്യമാണ്. എല്ലാം മനസ്സിലാക്കിയ മനസ്സിന് മോക്ഷമേകുവാൻ സമയമായിരിക്കുന്നു. ദക്ഷയാഗത്തിന് അന്ത്യം കുറിച്ച് പരമേശ്വര മഹിമ ലോകത്തെ അറിയിക്കുവാൻ ദേവിക്ക് പുനർജനിയേകൂ. അവിടുത്തെ ചിന്ത പോലെ എല്ലാം ധന്യമാകട്ടെ. ദേവി, സതീരത്നമേ, നമ്മുടെ അരികിലെത്തും.
മഹാദേവ, എല്ലാം അവിടുത്തെ മായാലീലകൾ. സ്ത്രീ പുരുഷ സമത്വത്തിന്റെ നിമ്നോന്നതങ്ങൾ ലോകത്തെ നമുക്ക് അറിയിക്കണ്ടേ? ഇനിയും ഒരു പരീക്ഷണം ദേവി ആഗ്രഹിക്കുന്നുണ്ടോ? പരീക്ഷണമല്ല, സ്ത്രീ പുരുഷ സമത്വത്തിന്റെ ആത്യന്തികമായ നന്മയും പ്രതീകവുമായ മഹാദേവന്റെ വിശ്വരൂപം കാട്ടി ഭക്തർക്ക് ജ്ഞാനത്തിന്റെ വെളിപാട് നൽകൂ. അവിടുത്തെ ഇഷ്ടം. ആ വിശ്വരൂപത്തിന്റെ സാക്ഷാത്കാരത്തിനായി കൺതുറക്കൂ. ഇടവേള. എന്റെ കുമാരന്റെ മുഖത്തൊരു മ്ലാനത. ഉള്ളിലെയുന്ന ജീവിതത്തിന്റെയും പരമമായ സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും ഭക്തിയുടെയും നന്മ നിറഞ്ഞ യാഥാർത്ഥ്യത്തിലൂടെയുള്ള യാത്രയാണ് തിരുവിളയാട്. എന്നും നിന്റെ പിതാവിന്റെ നന്മകൾ കുമാരന് തിന്മയായിട്ടാണോ തോന്നുന്നത്? ഒരിക്കലുമല്ല. എന്റെ പിതാവ് സാക്ഷാൽ മഹാദേവൻ ധർമ്മത്തിന്റെ വഴികാട്ടിയാണ്. മഹാദേവ, അവിടുത്തെ ധർമ്മവും ന്യായവും ഈ ഉള്ളവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അടിയനോട് പൊറുക്കണേ. നീ അമ്മ ധന്യായി മകനെ. ഇനി നീ അമ്മയോടൊപ്പം കൈലാസത്തിലേക്ക് തിരികെ വരണം. ഇല്ല, ഈ മകനോട് പൊറുക്കണം. എന്റെ പിതാവിനെ ധിക്കരിച്ച ഇവൻ ഇനി ഇവിടെ തന്നെ ഉണ്ടാകും. മുന്നോട്ടും പുറകോട്ടുമില്ലാതെ ഈ മലയിൽ. നീ എന്ത് അവിവേകമാണ് കാട്ടുന്നത്? അവിവേകമല്ലമ്മേ, എന്റെ തീരുമാനവും മഹാദേവന്റെ തിരുവിളയാടൽ തന്നെ. മകനെ കുമാര, യഥാർത്ഥ ജ്ഞാനം വൈകി കിട്ടുന്ന നിധിയാണ്. ആ നിധി കൈക്കലാക്കുവാൻ ധാരാളം വിയർപ്പൊഴുക്കുകയും വേണം. നീ വിശ്വവിജയിയാണ്. സാരാംശങ്ങൾ സാമവേദങ്ങളായി മനസ്സിലാക്കിയ വിശ്വവിജയി. ഭഗവാനെ, നമ്മുടെ കുമാരന്റെ തീരുമാനം അവിടുന്ന് അറിഞ്ഞില്ലേ? കുമാരൻ ഇനി ഇവിടെ. അറിയാം. കുമാരന്റെ ആ തീരുമാനത്തോട് നാമും അനുകൂലിക്കുന്നു. മഹാദേവ, അവിടുന്ന് ഉദ്ദേശിക്കുന്നത്? താരകാസുരനെ കുമാരൻ നിഗ്രഹിച്ചതിൽ ബന്ധമുള്ള താരകന്റെ വിധവ കുമാരന് ശ്രമിച്ചു. ആ ശാപപരിഹാരാർത്ഥം ഇനി കുമാരൻ ബ്രഹ്മചര്യമേറ്റ് തപസ് ചെയ്യണം. ജ്ഞാനപ്പഴത്തിനായി പിണങ്ങിയിറങ്ങി കുമാരൻ എത്തിച്ചേർന്ന ഈ മല പഴനിമല എന്ന പേരിൽ അറിയപ്പെടും. ഇവിടമാണ് കുമാരന്റെ ദേവസ്ഥാനം. പിതാശ്രീ, എല്ലാം അവിടുത്തെ മനസ്സിന്റെ മഹായാനങ്ങൾ. മഹത്തായ തിരുവിളയാണ്. കുമാര, കുമാര, അവസാനം കുമാരന്റെ ക്ഷോഭം അടങ്ങിയല്ലോ. പഴനിമലയുടെ നാഥനായി, അനേക കോടി ഭക്തരുടെ സംരക്ഷകനായി മുരുകാ, മുരുകാ, പഴനിയാണ്ടവാ, നീ ഇവിടെ ഉണ്ടാകുമ്പോൾ ഭക്തയായി ഈ ഔവയുടെ മനസ്സ് നിറഞ്ഞിരിക്കുന്നു. ഒപ്പം അനേക കോടി ഭക്തജനങ്ങളുടെ മനസ്സ് തെളിഞ്ഞിരിക്കുന്നു. എല്ലാത്തിനും കാരണഭൂതനായ ശിവപെരുമാളെ, അവിടുത്തെ തിരുവിളയാടൽ നന്മയുടെയും വിജയത്തിന്റെയും നാമിയാണ്. ശുഭാനന്ദകരമായ ഈ നിമിഷം ശുഭത്തിനായി ആശംസിക്കാം. മുരുകാ, വേൽമുരുകാ, എന്റെ വേല ഇതാ.